ഫ്രണ്ട്സ്, മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റേത് അല്ലേ. മഴക്കാലമാകുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഡാമിനെ കുറിച്ച് സംസാരിക്കാറുള്ളൂ, ഇതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കാറുള്ളൂ, ഇതിൻ്റെ പഴക്കത്തെക്കുറിച്ച് സംസാരിക്കാറുള്ളൂ, ഇത് പൊട്ടും എന്നുള്ള ഭീതി പടരാറുള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊന്നും ഇതിന് പഴക്കമില്ല, ഇത് പൊട്ടാൻ സാധ്യതയില്ലാത്തൊരു സംഭവമാണ് ഇത്. ഇങ്ങനെ ഇപ്പോൾ വീണ്ടും ചർച്ചയിലേക്ക് വന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ആ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നമ്മുടെ മാപ്പ്, ഗൂഗിളിലെ മാപ്പിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. അപ്പോൾ അവിടെ കണ്ടത് സത്യത്തിൽ നമ്മളൊന്ന് പേടിക്കേണ്ട സംഗതികൾ തന്നെയാണ് മാപ്പിൽ ഞാൻ നോക്കിയപ്പോൾ കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് പോയി നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ മുല്ലപ്പെരിയാർ എന്നുള്ളത് സെർച്ച് ചെയ്യാണ്. അപ്പോൾ അതവിടെ വന്ന് മുല്ലപ്പെരിയാർ ഡാം വന്ന് അവിടെ ക്ലിക്ക് ചെയ്തു. ഇതിപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. നേരെ ഡാമിൻ്റെ ആ ഒരു പിക്ചർ തന്നെയാണ് മാപ്പിൽ ഓണായി വന്നിട്ടുള്ളത്. കണ്ടോ, അങ്ങനെ സൂം ചെയ്ത് നോക്കാം. അപ്പോൾ കാണുന്നതാണ് മുല്ലപ്പെരിയാർ ഡാം. ഇതിങ്ങനെ നീളത്തിൽ കിടക്കുന്ന നമ്മൾ വീഡിയോസിലും ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഡാമിൻ്റെ മാപ്പിലുള്ള ഒരു ദൃശ്യമാണത്. അതിന് തൊട്ടിപ്പുറത്ത് ഒരു മുല്ലപ്പെരിയാർ സബ് ഡാം എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു ചെറിയ ഡാം ഇപ്പുറത്ത് കാണുന്നുണ്ട്. അത് ചെറുതാണ്. ഇതായിരിക്കാം ചിലപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വെറും മൺതിട്ടയാണ് എന്നൊക്കെ പറയുന്നത്. അത് ഇതാണോന്ന് അറിയില്ല. എന്നാലും അങ്ങനെ ഒരു അഭ്യൂഹം പരക്കുന്നുണ്ട്. വെറും മൺതിട്ടയാണ് ഒരു ഭാഗത്ത്, അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാന്നൊക്കെ ഉള്ളൊരു അഭ്യൂഹം വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു റിസർവോയർ ഒന്ന് നോക്കാം. സത്യത്തിൽ ഞാൻ ഞെട്ടി എന്ന് പറഞ്ഞത് ഇവിടെയാണ്. നിങ്ങളിപ്പോൾ ആ ബ്ലാക്ക് കളറിൽ കാണുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവോയറാണ്. അതായത് ആ വെള്ളം തിങ്ങി നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ ആ ബ്ലാക്ക് കളറായിട്ട് ഇത്രയും വിസ്തൃതിയിൽ കിടക്കുന്നത് കാണുന്നത്. കിലോമീറ്റർ കണക്കിനാണ് ആ വെള്ളം അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ടതായിട്ട് കാണുന്നത്. ഇത് ഏത് സമയത്താണ് ഈ ഒരു മാപ്പ് അപ്ഡേറ്റ് ചെയ്തെന്നുള്ള അറിയില്ല. എന്തായാലും അപ്ഡേറ്റ് ചെയ്ത സമയത്തുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അളവാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. സത്യത്തിൽ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത് കേട്ടോ. നോക്കി എത്ര സ്ഥലത്തേക്കാണ് ആ വെള്ളം വ്യാപിച്ച് കിടക്കുന്നത് നോക്കി. ഇനി പറയുന്നത് പോലെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ, അതായത് ഡാമിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഒരു 1/3 പോവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ ഇങ്ങനെ മാപ്പിൽ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് മാപ്പിൽ ഇതേപോലെ ഒന്ന് സെർച്ച് ചെയ്താൽ, മുല്ലപ്പെരിയാർ ഡാം എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്താൽ അതിൻ്റെ ആ ഒരു വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും പരന്ന് കിടക്കുകയാണ് വെള്ളം. അത് എത്ര അടി ഉയരത്തിലാണ് നിങ്ങൾക്കറിയാലോ. ഓരോ അടി കണക്കൊക്കെ വരുന്നത് 2 അടി ഉയർന്നു, 3 അടി ഉയർന്നു, സ്റ്റോറേജിൻ്റെ പരിധി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ന്യൂസൊക്കെ നമ്മൾ ഓരോ സമയത്തും കാണുന്നതാണ്. അപ്പോൾ അത്രയും സ്റ്റോർ ചെയ്ത വെള്ളം ശരിക്ക് 50 വർഷം മാത്രം പഴക്കമുള്ള ആ ഒരു ഡാം ഇപ്പോൾ 100-110 വർഷത്തിൽ കൂടുതൽ പഴക്കമായി, ഒരു അതിൻ്റെ ആയുസിൻ്റെ ഇരട്ടിയിലധികം കാലമായി അതവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സത്യത്തിൽ എന്താ പറയുക, ആരാണ് ഇതിൽ പ്രതികരിക്കേണ്ടത് എന്നുള്ളതിന് ഒരു സംശയം തന്നെയാണ്. ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ ഇതിനെതിരെ പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു പുതിയ ഡാം നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കാനോ കഴിയുള്ളൂ. തീർച്ചയായിട്ടും ജസ്റ്റ് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ന്യൂസുകൾ കണ്ടപ്പോൾ വെറുതെ ഒന്ന് നോക്കിയെന്നുള്ളൂ. നോക്കിയപ്പോൾ കണ്ട ആ ഭീകരമായിട്ടുള്ള ഒരവസ്ഥ അത് നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് മാത്രം. ഇനി മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.